2014 നവംബർ മാസത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പുതുരുത്തിക്കടുത്തുള്ള കോട്ടക്കുന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഒരു കോളനിയിൽ ഗിരിജ എന്ന സ്ത്രീ വീടിനടുത്തെ ഒരു കുളത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നു. നാട്ടുകാർ ബോഡി കാണുന്നു, പോലീസിന് വിവരം അറിയിക്കുന്നു, പോലീസ് എത്തുന്നു. അപ്പോൾ ഈ കുളത്തിൽ സ്ത്രീ അലക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണെന്ന് തോന്നുന്നു. അലക്കിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കുളത്തിൽ കിടക്കുന്നു. കുളക്കടവിൽ ഈ സ്ത്രീ കമന്ന് കിടക്കുന്നു. ശരീരത്തിൽ അവിടെ ഇവിടെ മുറിപ്പാടുകൾ കാണുന്നുണ്ട്. ഈ സ്ത്രീയുടെ മിണ്ടാനും സംസാരിക്കാനും ചെവിയും കേൾക്കാത്ത ഒരു കുട്ടി ആ കുളക്കടവിൽ നിൽക്കുന്നുണ്ട്. ആളുകളൊക്കെ കൂടി നിൽക്കുന്നു. പല ആളുകളും പറഞ്ഞു ഈ സ്ത്രീയുടെ വീണിട്ട് പരിക്കേറ്റിട്ട് മരിച്ചായിരിക്കാം എന്ന് ചില പഞ്ചായത്തുകാരൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയുടെ മുറിപ്പാടുകൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള, പണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള സാധനം സ്റ്റിച്ച് ചെയ്ത് പൊട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ത്രീ മരണപ്പെട്ട് നിൽക്കുന്ന നിലയിൽ കാണുന്നു. പോലീസെത്തി ഇൻക്വസ്റ്റ് പരിശോധനകൾക്ക് വേണ്ടി തുടർന്നപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഷാർപ്പ് വെപ്പൺ ഉപയോഗിച്ച് വെട്ടി പൊളർന്നിട്ടുള്ള വിധത്തിലുള്ള മുറിപ്പാടുകളാണ്. പോലീസിന് ഉടനെ മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്, ഇത് വീണതോ പരിക്കേൽപ്പിച്ചതോ വെട്ടിയതോ ഓപ്പറേഷൻ പൊട്ടിപ്പോയതോ അല്ല എന്ന് മനസ്സിലായി. ഉടനെ തന്നെ CI അദ്ദേഹത്തെ വിവരം അറിയിച്ചു. CI അദ്ദേഹത്തിന് സ്ഥലത്തെത്തി വിശദമായി ഇൻക്വസ്റ്റ് പരിശോധന നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി. ഇതിലെല്ലാം അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി. പക്ഷെ ആര് ചെയ്തു? യാതൊരു വിവരവുമില്ല. അങ്ങനെയാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് അന്ന് തൃശ്ശൂർ SP സ്ക്വാഡിലുള്ള എന്നെ വിളിച്ചു വരുത്തുന്നത്. ഞാൻ CI അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് ഈ കേസിൻ്റെ അന്വേഷണം ആരംഭിച്ചു. അന്ന് നമ്മുടെ അന്നത്തെ CI വടക്കാഞ്ചേരി CI അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ കൊല്ലങ്കോട് CI ആയിരിക്കുമ്പോൾ മരണപ്പെട്ടു. ആ കേസിൻ്റെ അന്വേഷണത്തിൽ ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിൽ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുമായിട്ട് നാട്ടിലെ കുറേ ആളുകൾക്ക്, പുരുഷന്മാർക്ക് ബന്ധമുള്ളതായിട്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കോൾ ഡീറ്റെയിൽസ് പ്രകാരം, ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് പ്രകാരം അത് നമുക്ക് സാധൂകരിക്കുന്നതൊക്കെ ആയിരുന്നു. എന്നാൽ ആ സ്ത്രീ കൊല്ലപ്പെട്ട് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഇതാര് കൃത്യം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തു, നിരന്തരമായി ചോദ്യം ചെയ്തു. യാതൊരു തെളിവും കിട്ടിയില്ല. അതിൽ ചില ആളുകൾ കുറ്റം സമ്മതിച്ചു. പോലീസിനോട് ഞാനാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചു. ആ കുറ്റം സമ്മതിച്ച ആളുടെ ഫോണാണ് ഈ സ്ത്രീ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ നാട്ടുകാരുടെ സംസാരം മൂലമൊക്കെയാണ് അയാൾ കുറ്റം സമ്മതിച്ചത്. പക്ഷേ കുറ്റം സമ്മതിച്ചിട്ടും നമുക്കിതിന് തെളിവുകൾ കിട്ടാത്തതിനാൽ അയാൾ അറസ്റ്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ടില്ല. 2-3 ദിവസം ചോദ്യം ചെയ്തു. അയാൾ കുറ്റങ്ങൾ സമ്മതിച്ചു, ഞാൻ ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നൊരിക്കൽ ആ സ്ത്രീയുടെ ഭർത്താവാണ് കൊല ചെയ്തതെന്ന് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞു. എന്നിട്ട് അമ്മ അതുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലഡ് സ്റ്റെയിനൊക്കെ ഉള്ള ഒരു വെട്ടുകത്തി ഹാജരാക്കി തന്നു. അതേമാതിരിക്ക് ബ്ലഡിൻ്റെ കറകളുള്ള, രക്തക്കറകളുള്ള വസ്ത്രങ്ങളൊക്കെ ഹാജരാക്കി തന്നു. ഈ വസ്ത്രങ്ങളും കത്തിയൊക്കെ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അത് ബ്ലഡല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഭർത്താവിനെ അറസ്റ്റിൽ നിന്നും പിന്നെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാണ്ടായി. അങ്ങനെ ഈ കേസുകൾ വളരെ നൂലാമാലകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരു തെളിവില്ല. അന്ന് ആ സമയത്ത് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്ന ഒരു പതിവ്, അല്ലെങ്കിൽ ആ സമയത്ത് കുറേ സ്ത്രീകൾ പല ഭാഗത്തും കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രഷർ ഈ കേസിലുണ്ടായിരുന്നു. നിരന്തരമായ അന്വേഷണത്തിൽ മനസ്സിലായി ആ സമയത്ത്, ആ കൊല നടന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് പാടത്ത് വാഴക്കൃഷി ചെയ്തിരുന്ന ഒരാൾ അതിൽ നടന്നു പോയിട്ടുണ്ടെന്ന് ഒരു സൂചന നമുക്ക് ലഭിച്ചു. അയാൾ ചായക്കടയിൽ പോയതായിട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ചായക്കടയിൽ നിന്ന് അങ്ങനെ ഒരു സൂചന കിട്ടി. ആ സമയത്താണ് നമ്മുടെ ഈ പറയുന്ന സാക്ഷി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാൾ അതിലേ പോയി ചായ കുടിക്കാൻ പോയിരുന്നു എന്ന് ചായക്കടയിൽ നിന്നൊരു സൂചന നമുക്ക് ലഭിച്ചു. ഞങ്ങൾ ആദ്യം അയാളെ വിളിച്ചു ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല സാർ, ഞാൻ കണ്ടിട്ടില്ല സാർ, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ പറച്ചിൽ, ആ ഒരു മൊഴി തന്നപ്പോൾ തന്നെ എനിക്ക് അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി ആ പറയുന്നത് അത്ര ശരിയായ ഒരു മൊഴിയല്ലല്ലോ എന്ന് മനസ്സിലായി. ഒന്നും കൂടി അയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ കുളത്തിൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചുവന്ന സാരി എടുത്തിട്ടുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ കുളത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ ഈ കുളത്തിൽ നിറയും ചോര, ബ്ലഡ് കളർന്നിട്ട് ചുവന്ന കളറിലായിരുന്നു കുളം. അതിൻ്റെ കരയിൽ ഒരു കുട്ടി നിന്ന് കരയും ചെയ്തിരുന്നു. ഞാൻ പേടിച്ചിട്ട് പിന്നെ ഒന്നും ആരോടും പറയാതെ ഞാൻ നേരെ പോവുകയാണ് ഉണ്ടായത് സാർ.
അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പോയിരുന്ന സ്ത്രീ കണ്ടിരിക്കുമോ സംഭവം, അല്ലെങ്കിൽ ആ പോയിരുന്ന സ്ത്രീ ആരാണെന്ന് അറിയുമോ എന്ന് വെച്ചു. ആ പോയിരുന്ന സ്ത്രീ എനിക്ക് ആരാണെന്ന് അറിയില്ല സാർ, ഈ കോളനിയിൽ നിന്ന് കല്യാണം കഴിച്ചു പോയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നൊരു സംശയമുണ്ട്, അങ്ങനെ ഉള്ള കാര്യങ്ങളെ എനിക്കറിയുള്ളൂ, എനിക്ക് വിശദമായിട്ട് മനസ്സിലായില്ല സാർ, ഞാനത്ര ശ്രദ്ധിച്ചില്ല, എനിക്ക് കോളനിയിൽ നിന്ന് പോയിട്ടുള്ള സ്ത്രീയാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ പറഞ്ഞ പ്രകാരം ഞാൻ ഏതാണ് ഈ സ്ത്രീ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഓരോ നമ്മൾ അന്വേഷിച്ചിട്ടുള്ള പുരുഷന്മാരുണ്ട് ആ കോളനിയിലെ, അവിടുത്തെ കല്യാണം കഴിച്ചവരും കല്യാണം കഴിച്ചു കൊണ്ടുപോയവരും അവിടെ ഉള്ള ആളുകളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതിലെ പോയ ആ സ്ത്രീ ദിവാകരൻ്റെ ഭാര്യ ബിന്ദു ആണെന്നാണ് സംശയം എന്നുള്ള ഒരു കാര്യമാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഈ ദിവാകരനെ ഈ കേസിലേക്ക് വേണ്ടി 2-3 പ്രാവശ്യം ഞാൻ വിളിച്ച് ചോദ്യം ചെയ്യലും മറ്റു മൊഴി രേഖപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സാക്ഷി പറഞ്ഞ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ രാത്രി വൈകുന്നേരം ബിന്ദുവിൻ്റെ വീട്ടിലേക്ക്, ദിവാകരൻ്റെ വീട്ടിലേക്ക്, കിലാലൂരിലുള്ള അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരം അപ്പുറമാണ് ഈ സംഭവ സ്ഥലത്തിൻ്റെ. അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉദ്ദേശം പോകണം ആ കിലാലൂരിലുള്ള അവരുടെ വീട്ടിലേക്ക്. അന്ന് ഒരു പോലീസ് വണ്ടിയിൽ ഞാൻ ഈ സാക്ഷിയും കയറ്റി ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ബിന്ദുവിനെ ടാർഗറ്റ് ചെയ്യാതെ, ബിന്ദുവിനോട് കാര്യങ്ങൾ സംസാരിക്കാതെ ഞാൻ ബിന്ദുവിൻ്റെ ഭർത്താവുമായി കാര്യങ്ങൾ സംസാരിച്ചു. കാരണം ബിന്ദുവിൻ്റെ ഭർത്താവിനെ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പോയതല്ലേ, കേസുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്ന. എന്നാൽ എൻ്റെ ടോർച്ചടി ഇങ്ങനെ ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്കാണെങ്കിലും എൻ്റെ കണ്ണുകൾ ബിന്ദുവിൻ്റെ മുകളിലേക്കായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞു, നാളെ കാലത്ത് 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവ്, കാര്യങ്ങൾ കുറച്ച് ചോദിക്കാനുണ്ട് എന്ന് ബിന്ദുവിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ബിന്ദു പറഞ്ഞു, എന്തിനാ സാറേ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നു എൻ്റെ ഭർത്താവിന്, എന്നൊരു പണി ചെയ്തോ, നീ നിനക്ക് വല്ല പേടിയുണ്ടെങ്കിൽ നീയും പോരെ, ഭർത്താവിൻ്റെ കൂടെ പോരെ, നാളെ ഒരു പണി നീയും കൂടിയും പോരെ ഭർത്താവിൻ്റെ കൂടെ, നാളെ അങ്ങോട്ട് പോരെ, കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിടാം, ഒരു കാര്യം ചോദിച്ചറിയാനാണെന്ന് പറഞ്ഞു. ഞാനെനിക്ക് അവിടെ നിന്ന് വിട്ടു പോരുമ്പോൾ അതിന് ശേഷം പുറത്തേക്ക് വന്ന് ഈ സാക്ഷിയോട് ചോദിച്ചു, ഈ ആളെന്നാണ്, ഈ സ്ത്രീ തന്നെയാണോ? സാറേ ആ സ്ത്രീ തന്നെയാണ് ഇതിൽ നടന്നു പോയത്, ആ സ്ത്രീ എനിക്കറിയാം, ആ സ്ത്രീ തന്നെ നടന്നു പോയത് എന്ന് പറഞ്ഞു. ഉടനടി പിറ്റേന്ന് ആ സാക്ഷിയെ നമ്മൾ അയാളുടെ വീട്ടിലേക്ക് വിട്ടു. പിറ്റേ ദിവസം കാലത്ത് എനിക്ക് കുറച്ച് ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം 1-2 അനുഭവങ്ങൾ ഇതുപോലെ വിട്ടുകൊടുത്തിട്ടുള്ള അനുഭവങ്ങളിൽ പ്രതികൾ സൂയിസൈഡ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ആ സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ വിടാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് പിടിച്ചു കൊണ്ടുവരാൻ മാത്രമുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് വിട്ടുപോയത്. പക്ഷേ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് ഞാൻ CEO ഓഫീസിൽ വരുമ്പോൾ എന്തോ എൻ്റെ ദൈവാധീനം എല്ലാവരും കൂടി പറഞ്ഞവർക്ക് ഈ പറഞ്ഞ പെൺകുട്ടി അവിടെ ഇരുന്നിരുന്നു, അവരുടെ ഭർത്താവ് ഇരുന്നിരുന്നു. മറ്റൊന്നും ചോദിച്ചില്ല, ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നിന്നില്ല. ഈ സ്ത്രീയെ ഇൻട്രോഗേഷൻ റൂമിലേക്ക് വിളിച്ചു, വനിതാ പോലീസിനെയും വിളിച്ചു, എഴുതാനുള്ള പോലീസിനെയും വിളിച്ചു, വിശദമായ കാര്യങ്ങൾ ചോദിച്ചു. ആദ്യമൊന്നും അവർ പറഞ്ഞില്ല. പിന്നീട് അവർ പറഞ്ഞു, സാർ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ വിളിപ്പിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നത്, കാര്യങ്ങൾ വ്യക്തമായി പറയും, പറഞ്ഞാൽ നിങ്ങൾക്കും സഹായം ഉണ്ടാവും, നിങ്ങൾക്കും കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ അറിഞ്ഞ പോലെയുള്ള ഒരു ടൂണിൽ അവരോട് സംസാരിച്ചു. സാർ ഞാൻ പറയാം സാർ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോഗേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രോഗേഷൻ മൂഡുണ്ട്. അതൊരു പൊട്ടിക്കരച്ചെല്ലാം അവസാനിക്കുക. അങ്ങനെ വലിയൊരു കരച്ചിലോട് കൂടിയിട്ട് അവർ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സാർ ഇന്നലെ വന്നപ്പോൾ എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും സാറിൻ്റെ ഒരു കണ്ണ് എൻ്റെ മുഖത്തേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സാർ. സാറിൻ്റെ ടോർച്ചടി എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്കാണെന്നെങ്കിലും എന്നെയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി സാർ. ഞാൻ ഇന്നലെ സൂയിസൈഡ് ചെയ്യണമെന്ന് കരുതിയതാണ്, പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ കൺഫെഷൻ തുടങ്ങിയത്. ഇവരുടെ ഭർത്താവിന് ഈ സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീയുമായിട്ട് ഇവരുടെ ഭർത്താവ് ദിവാകരന് ബന്ധമുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്ത് പലപ്പോഴും സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ദിവസം ഈ പ്രതി ബിന്ദു വീട്ടിൽ നിന്ന് മരം വെട്ടുകാരനായ ഭർത്താവിൻ്റെ വെട്ടുകത്തി ഒരു കവറിലാക്കി, പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് അവിടുന്ന് പോന്നു. ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എൻ്റെ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടി പോവാണ് എന്നും പറഞ്ഞ് പോന്ന് വീടിനടുത്ത് എത്തുന്നതിൻ്റെ കുറേ മുമ്പ് ഓട്ടോറിക്ഷ അവിടെ നിർത്തി ഓട്ടോറിക്ഷക്കാരന് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ചാൽ വന്നാൽ മതി എന്നും പറഞ്ഞ് ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു വിട്ടു. നേരെ നടന്ന് ഈ ഗിരിജയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഗിരിജ വീടിൻ്റെ തൊട്ടുപ്പുറത്തുള്ള റോഡിനോട് ചേർന്നിട്ടുള്ള കുളത്തിൽ കുളിക്കുന്നതായി കണ്ടത്. അവിടെ ഇറങ്ങിച്ചെന്ന് ഗിരിജയോട് ചോദിച്ചു, നീ എന്താ എൻ്റെ ഭർത്താവിനെ പിടിച്ചു വച്ചിരിക്കുന്നത്? അപ്പോൾ ഗിരിജ എടുത്ത വഴിക്ക് പറഞ്ഞു,
ഞാൻ നിൻ്റെ ഭർത്താവിനെ പിടിച്ചു വച്ചൊന്നുമല്ല, നിനക്ക് അതിനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിലല്ലേ നിൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് പറഞ്ഞതേ സാറേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി എടുത്തിട്ട് കണ്ണു അടച്ചിട്ട് തലങ്ങും വിലങ്ങും വെട്ടി സാർ. എവിടേക്കോ കൊണ്ടുവന്ന് എനിക്ക് യാതൊരു അറിവില്ല. അവിടുന്ന് അവൾ വീണ ഉടനെ ഞാൻ ഈ കത്തിയായിട്ട് നേരെ വന്നു. അടുത്തൊരു പറമ്പിലിട്ടിട്ട് ഞാൻ അതിലേ ഇറങ്ങി വേറെ വഴിക്ക് പാടത്തേക്ക് കയറി ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു. ഓട്ടോറിക്ഷക്കാരൻ വന്നു, ഞാൻ അതിൽ കയറിപ്പോയി. പിന്നെ ആ സ്ത്രീ പോയത് നേരെ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ OP ചീട്ടൊക്കെ എടുത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ ഓട്ടോറിക്ഷക്കാരനോട് പിന്നീട് പറഞ്ഞു, ഞാൻ അന്നത്തെ ദിവസം ഈ റേഷൻ കാർഡ് മേടിക്കാൻ അമ്മയടുത്തേക്ക് പോയി എന്നുള്ള വിവരം ആരോടും പറയണ്ട. അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് അറിയും, ഭർത്താവ് പറഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ പോലീസ് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ, അങ്ങനെ ആരോടും പറയണ്ടെന്ന് ഭർത്താവ് ഓട്ടോറിക്ഷക്കാരനോട് പിന്നീട് പറഞ്ഞു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഈ വിവരം പിന്നീട് കൊലപാതകം നടന്നതിന് ശേഷം ഓട്ടോറിക്ഷക്കാരൻ ഈ വിവരം ആരൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അവളൊന്നും അത് ചെയ്യില്ലടേ, അത് ഒരു മറ്റേ എന്താ പറയുക തെങ്ങ് വെട്ടുകാരനെ ഒരു നാളികേരം പോകുന്ന ആളെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അയാളങ്ങനെ നിരുത്സാഹപ്പെടുത്തിയതിൻ്റെ പേരിൽ ഞാൻ പോലീസിനോട് പറയാതിരുന്നു എന്ന് പിന്നീട് ഓട്ടോറിക്ഷക്കാരൻ പറയുന്നു. എന്നാൽ വീണ്ടും ഈ പ്രതി ഓട്ടോറിക്ഷക്കാരൻ്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നടന്ന് പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ പ്രതിയിലേക്ക് എത്തുന്നത്, ഈ സ്ത്രീയിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ അടുത്ത ദിവസം ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് സെഷൻസ് കോടതിയിൽ മൊഴി കൊടുക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെല്ലുമ്പോൾ 2014 ഉണ്ടായ സംഭവം 11 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും കോടതി ചെന്നു. കോടതി ചെല്ലുമ്പോൾ ഇവർ കോടതിയുടെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ചുരിദാറിലേക്കാണ് അവരിയ്ക്കുന്നത്. ഞാനവിടെ പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഉടനെ കുറച്ച് നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നെ എണീറ്റിട്ട് സാർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ പ്രതിയാണ്, പക്ഷേ അപ്പോൾ ഞാൻ കരയണ്ട, നിങ്ങൾ എന്താ പ്രശ്നം, നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നുമില്ല സാർ, ഞാൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നതാണ്, സാറിനൊക്കെ വളരെ മാറ്റം വന്നിരിക്കുന്നു. മാറ്റങ്ങളുണ്ടാവില്ല, 10-11 കൊല്ലമായില്ലേ, മാറ്റങ്ങളുണ്ടാവുമല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ സാറിനൊക്കെ ഇനിയിപ്പോൾ സന്തോഷിക്കാമല്ലോ, സാറ് ഇപ്പോൾ എനിക്കെതിരെ മൊഴി പറയാനല്ലേ വന്നിരിക്കുന്നത്, സാറിനൊക്കെ സന്തോഷിക്കാമല്ലോ, ഞാൻ വീണ്ടും ജയിലിൽ പോകാൻ പോവുകയല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ട്രയൽ നടക്കുന്ന കേസാണ്, അല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ നിയമവശം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവരെ സമാധാനിപ്പിച്ച് അന്ന് കോടതിയും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. പിന്നീട് ഇനിയിപ്പോൾ ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, കേസിലെ വിധി വരേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. 2006 ഞാൻ തൃശ്ശൂർ SP സ്ക്വാഡിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഓഗസ്റ്റ് മാസത്തിൽ നല്ല മഴയുള്ള ഒരു ദിവസം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വടക്കാഞ്ചേരി ടൗണിനോട് ചേർന്നിട്ട് തന്നെ മറ്റേ ടെലിഫോൺ എക്സ്ചേഞ്ചിനോടകത്ത് എങ്കക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ ഒരു പുഴയിൽ സജിത്ത് എന്ന് പറഞ്ഞ എങ്കക്കാട്ടുകാരനായ ഒരാൾ വെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട് കടന്നിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വിവരം ഞാൻ പത്രത്തിലൂടെയൊക്കെ അറിയേണ്ടായിട്ടുണ്ട്, വടക്കാഞ്ചേരി ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ കുന്നംകുളം DYSP സാറ് ഉണ്ണിരായ സാറ്
ഉണ്ണിരാജ് സാറ് പിന്നീട് SP ഉണ്ണിരാജ് സാർ IPS എന്നെ വിളിച്ചിട്ട് അഷ്റഫ് ഇവിടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഇങ്ങനെ ചാരിപ്പാടത്ത് ഒരു സജിത്ത് എന്ന് പറഞ്ഞ ഒരു എങ്കക്കാട്ടുകാരൻ വെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട ഒരു കേസ് വടക്കാഞ്ചേരി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ ഇതുവരെ യാതൊരു അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വന്ന് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ അതിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും മുതൽ കണ്ടെത്തുന്നതിനും വേണ്ട ഒരു അന്വേഷണം നടത്തണം എന്ന് അന്നത്തെ കുന്നംകുളം DYSP സാർ എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ SP-യോടുള്ള പെർമിഷനോട് കൂടിയിട്ട് ഞാൻ അവിടുന്ന് നേരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വന്ന് അന്നത്തെ വടക്കാഞ്ചേരി CI ഇബ്രാഹിം സാറുമായി ബന്ധപ്പെട്ടു. സാർ ഞാനിങ്ങനെ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, ഉണ്ണിരാജ് സാർ പറഞ്ഞിട്ടാണ് വരുന്നത്, എൻ്റെ പേര് അഷ്റഫ് എന്നാണ്, ഞാൻ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം സാർ എന്നെ അവിടെ ഇരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അഷ്റഫ് ഇത് ഇങ്ങനെ ചാലിപ്പാടത്തുണ്ടായതാണ്, ഒരാൾ വെട്ടുകൊണ്ട് കടന്നിരുന്നതാണ്, അയാൾ വെട്ടുകൊണ്ട് മരിച്ചു, അയാൾ എങ്കക്കാടുള്ള ഒരാളാണ്, അന്ന അലുമിനിയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ പേര് സജിത്ത് എന്നാണ്, അയാളുടെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു, കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരാണ് കൃത്യം ചെയ്തതെന്ന് അറിയില്ല. അയാൾക്ക് ഈ നാട്ടിലെ യാതൊരു ബന്ധങ്ങളും കാര്യങ്ങളും അധികമായിട്ടില്ല, കൂടുതൽ ശത്രുക്കളൊന്നുമില്ല. അയാൾ കാലത്ത് ജോലിക്ക് പോയതാണ്, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ആളാണ്, വന്നിരുന്ന ആളാണ്. മറ്റ് വിവരങ്ങളൊന്നും നമുക്കറിയില്ല. കുറേ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സ്ത്രീകളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ വെരിഫൈ ചെയ്ത് വരികയാണ്. ഇതുവരെ ഒരു പുരോഗതിയും പറയത്തക്ക ഈ കേസിലുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ പോലീസുകാരുമായി ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക, ഞാൻ ഒപ്പം ഉണ്ടാവും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും, എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ട് അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞ എല്ലാ പിന്തുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളെക്കുറിച്ച് കേസിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം എന്നോട് വിവരങ്ങൾ അന്വേഷണം തുടങ്ങാൻ പറഞ്ഞു. അത് പ്രകാരം ഞാൻ അന്വേഷണത്തിൽ ഈ പോലീസുകാരുടെ കൂടെയൊക്കെ നിന്നു. അപ്പോൾ അന്ന് കാലത്ത് ഈ സൈബർ സെല്ലില്ല, ഇന്ന് കാണുന്ന പോലീസിലെ സൈബർ സെല്ല് അന്നില്ല. മാത്രമല്ല അന്ന് പോലീസ് സ്റ്റേഷനുകളിലും മറ്റും കമ്പ്യൂട്ടറുകളില്ല. എന്നാൽ മൊബൈൽ ഫോണൊക്കെ അങ്ങനെ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന 2006 കാലഘട്ടമാണ്. 2002 നമ്മളൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഏകദേശം മൊബൈൽ. അപ്പോൾ 2006 ആ കാലഘട്ടത്തിലാണ്, 2004 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കൊല്ലപ്പെട്ടവൻ്റെ മൊബൈൽ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ്, അന്നൊക്കെ കോൾ ഡീറ്റെയിൽസ് SP മുഖാന്തരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊവൈഡർ അത് നമുക്ക് പ്രിൻ്റ് എടുത്ത് കവറിലാക്കി സീൽ ചെയ്ത് SP ഓഫീസിലേക്ക് അയക്കുക ചെയ്യാം. അതിന് കുറച്ച് താമസം കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇതിൻ്റെ കോൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയതിനനുസരിച്ച് ഞാൻ തൃശ്ശൂർ SP ഓഫീസിൽ പോയി പാക്ക് ചെയ്ത ആ കവർ കോൾ ഡീറ്റെയിൽസുമായി നേരെ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ വന്നു. അതിങ്ങനെ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ സംഭവ സ്ഥലത്തൊക്കെ പോയിരുന്നു. ഈ കുട്ടിയെ കൊല്ലപ്പെട്ടവൻ്റെ അമ്മയെ കണ്ട് സംസാരിച്ചിരുന്നു, നാട്ടുകാരെ കണ്ട് സംസാരിച്ചിരുന്നു, പല ആളുകളെയും കണ്ട് സംസാരിക്കലും അന്വേഷണം നടത്തലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കോൾ ഡീറ്റെയിൽസ് വന്നപ്പോൾ ഞാൻ ഒരു ദിവസം വൈകുന്നേരമായിരുന്നു കോൾ ഡീറ്റെയിൽസ് ഇങ്ങനെ മാനുവലായിട്ട് പരിശോധിച്ച് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ കമ്പ്യൂട്ടറിൽ പരിശോധന അനലൈസ് ചെയ്യാൻ പറ്റില്ല. മാനുവലായിട്ട് ഇങ്ങനെ പരിശോധിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വടക്കാഞ്ചേരി 04884 ഒരു നമ്പർ കണ്ടു, ലാൻഡ് ഫോൺ നമ്പർ. അങ്ങനെ ആ നമ്പർ കണ്ടപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞല്ലോ ഇവിടുന്ന് ആരും വിളിക്കാനില്ലല്ലോ എന്നുള്ള ഒരു മൊഴി എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ ഇതാരാണിത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറുമായി നേരെ എക്സ്ചേഞ്ചിൽ വന്നു. അപ്പോൾ ഇന്നത്തെ പോലെ നമുക്ക് കമ്പ്യൂട്ടറിൽ എടുക്കാനോ അല്ലെങ്കിൽ സൈബർ സെല്ലൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നേരെ വടക്കാഞ്ചേരി എക്സ്ചേഞ്ചിൽ വന്നു. എക്സ്ചേഞ്ചിൽ വന്നപ്പോൾ എക്സ്ചേഞ്ചൊക്കെ പൂട്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ആ സമയം ഞാൻ പറഞ്ഞു, ഞാൻ ഈ എക്സ്ചേഞ്ചിൻ്റെ അപ്പുറത്ത് നടന്ന ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണത്തിലുള്ള പോലീസുകാരനാണ്, എനിക്ക് ഈ നമ്പറിൻ്റെ അഡ്രസ്സ് ഒന്ന് വേണമെന്ന് പറഞ്ഞു. ഉടനെ എന്തായാലും സാർ തരാമല്ലോ സാറെന്ന് പറഞ്ഞ അയാൾ വീണ്ടും തുറന്ന് ഇതിൻ്റെ അഡ്രസ്സ് എടുത്ത് തന്നു. അപ്പോൾ അത് എങ്കക്കാടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ പേരിലുള്ള അഡ്രസ്സാണ്. ഞാൻ അപ്പം തന്നെ മോട്ടോർ സൈക്കിളിൽ എങ്കക്കാട് പോയി ഇയാളുടെ വീടിൻ്റെ അടുത്ത് ചെന്നു. അവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതിന് പഞ്ചായത്ത് മെമ്പറിൻ്റെ വീടാണെന്നും ആ ഒരു അഡ്രസ്സ് തന്നെയാണിത്, പക്ഷേ ഇവിടെ ഫോണൊന്നുമില്ല എന്ന് ആ പരിസരവാസി ആരോ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവൾ പറഞ്ഞു ഇവരുടെ തറവാട് വീടുണ്ട് കുറച്ചപ്പുറത്ത്, അവിടെ ഫോണുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആ തറവാട് വീടിൻ്റെ അവിടേക്ക് പോയി, അവർ ഓടിട്ട് വീടായിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ അത് പൂട്ടി കിടക്കുന്നു, അവിടെയൊക്കെ കല്യാണത്തിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ നമ്പറിൽ നിന്ന് ഒന്ന് വിളിച്ചു നോക്കിയപ്പോൾ അവിടെ റിങ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ഈ പരിസരത്തുള്ളൊരു വീട്ടിൽ പറഞ്ഞു ഏൽപ്പിച്ചു, ഇവിടെ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ 2-3 ആണുങ്ങളുടെ പേര് പറഞ്ഞു, അവിടെ അവരുടെ ഭാര്യമാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എന്താ പറയുക വീട്ടുകാരോട് പറഞ്ഞു, അയൽവാസികളോട് പറഞ്ഞു, ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരോട് ആ പുരുഷന്മാരോടൊക്കെ വൈകുന്നേരം
തിങ്കളാഴ്ച കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഹാജരാകാൻ പറയും, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണെന്ന് പറഞ്ഞു. ശരി സാറെന്നും പറഞ്ഞു. പിറ്റേ ദിവസം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അവർ തിങ്കളാഴ്ച കാലത്തെത്തി. അപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള ആ പോലീസുകാരനും കൂടി ഞങ്ങളിരുന്ന് ഈ അതിൽ മൂത്ത ആളെ വിളിച്ചു, സതീശൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു. അവൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, അവരുടെ കോൾ ഡീറ്റെയിൽസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, എന്താണ് പേര്, എവിടെയാണ് വീട്, എന്ത് കാര്യങ്ങൾ, എന്താ ജോലി എന്നൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സതീശന് ഈ ആർച്ച് പന്തലുകളും ആർച്ചുകളൊക്കെ റോഡിൻ്റെ കുറുകെ ആർച്ച് കെട്ടുന്ന ഒരു പണിയാണ്. ആ ജോലി ചെയ്യുന്ന ആളാണ്. അത് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നതാണ്. പന്തലുകൾ ഇലുമിനേഷൻ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ചെറിയ നൊണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരീരത്തിന് അത്ര സുഖമില്ലാത്ത ഒരാളാണ്. എന്നാൽ എല്ലാവിധ പ്രവൃത്തികളിലും ചെയ്യുന്ന കോൺട്രാക്റ്റൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് സതീശൻ. സതീശനോട് ചോദിച്ചു, സജിത്തിനെ അറിയുമോ? സജിത്തിന് നാട്ടുകാരനാണ് സാർ, കണ്ടിട്ടുണ്ട്, കണ്ടാൽ ചിരിക്കാറൊക്കെ ഉണ്ട്, മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരാണ് സജിത്തിനെ വിളിക്കുന്ന, ഒരു വിളി പോയിട്ടുണ്ടല്ലോ? അറിയില്ല സാർ, ഞാൻ വിളിക്കാറില്ല, എനിക്ക് അയാളെക്കുറിച്ച് അറിയില്ല, കണ്ടാൽ ചിരിക്കുന്നില്ലാതെ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? ഉണ്ട് സാർ, എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ട്. എത്രയാണ് നമ്പർ? എൻ്റെ എത്രയാണ് നമ്പർ? ആ നമ്പർ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കോൾ ഡീറ്റെയിൽസിലേക്ക് നോക്കിയപ്പോൾ സജിത്തിൻ്റെ ഫോൺ നമ്പറിലുള്ള കോൾ ഡീറ്റെയിൽസിലുള്ള നല്ലൊരു ശതമാനം ബി പാർട്ടി നമ്പറും കോൾ നമ്പറും ഈ സതീശൻ്റെ ഫോൺ നമ്പറാണ്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പെട്ടെന്ന് ഉള്ളിലൂടെ ഒരു ഞെട്ടൽ വന്നു. ഇയാൾ പറഞ്ഞ് യാതൊരു ബന്ധവുമില്ലാന്നും കോൺടാക്റ്റ് മൊത്തം സിംഹഭാഗവും അവൻ്റെ കോൺടാക്റ്റും എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. പക്ഷേ എൻ്റെ ഇത് അവനെ കാണിച്ചില്ല, അല്ലെങ്കിൽ അവനെ അറിയിച്ചില്ല. അപ്പോൾ ഇന്നെ വീണ്ടും തുടർന്ന് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. യാതൊരു ബന്ധമില്ല സാർ, വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ എണീറ്റ്. പക്ഷേ ആ ഒരു മൊഴി പറയുമ്പോൾ അവൻ്റെ ബോഡി ലാംഗ്വേജും അവൻ്റെ മുഖത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷനും അവൻ്റെ ആ പ്രവൃത്തിയും സംസാരങ്ങളൊക്കെ എനിക്ക് എന്തോ കാര്യമായിട്ടുള്ള ഒരു സംശയം തോന്നി. അതായത് ചെറിയ രീതിയിലുള്ളതല്ല. ഞാൻ അപ്പോൾ തന്നെ മൊഴി അവിടെ നിർത്തി, പോലീസിൽ പോരാ, ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് പോയി. അവിടെ നിന്ന് തന്നെ DYSP വിളിച്ചു. സാർ, ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാനിങ്ങനെ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഇന്നെ പോലെയൊക്കെ മൊഴി പറയുന്നത്, പക്ഷേ അയാളുടെ കോൾ ഡീറ്റെയിൽസിൽ സിംഹഭാഗവും അവനുമായിട്ടുള്ള കോൺടാക്റ്റാണ്. ഇവൻ എല്ലാം ഇല്ല, ബന്ധമല്ല, സംസാരിക്കാറില്ല, കണ്ടിട്ടില്ല, കാണാറില്ല, കാണുമ്പോൾ നാട്ടിൽ വെച്ച് കാണുമ്പോൾ ചിരിക്കും എന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ ആ മൊഴി പറയുന്നതിലും അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനും അവൻ്റെ ബോഡി ലാംഗ്വേജും എനിക്ക് ഭയങ്കര സംശയമുണ്ട് എന്ന് DYSPയോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ CIയോടും ഒക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് വൈകുന്നേരമൊക്കെ ആവാറായി, ഓരോരുത്തരെ ചോദ്യം ചെയ്തും അത്രയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ DYSP പറഞ്ഞു, അഷ്റഫ് ഒരു പണി അദ്ദേഹത്തോട് പറഞ്ഞ് മെല്ലെ വിട്ടിട്ട് നാളെ വരാൻ പറയാം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് ചോദ്യം ചെയ്യാം എന്ന് പറഞ്ഞു. അത് പ്രകാരം അയാളെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം അയാളോട് വരാൻ പറഞ്ഞു. അയാൾ വന്നു. അത് പ്രകാരം നമ്മുടെ DYSP സാറും വന്നു. ഞങ്ങൾ രണ്ടുപേരും CI ഒക്കെ എല്ലാവരും കൂടി ഇവനെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, വിളിക്കാറുണ്ട്, എന്തിനാണ് വിളിക്കുന്നത്? ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഊണ് കഴിച്ചോ, മറ്റേ സുഖമാണോ, ചായ കുടിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ എന്ന് എവിടെയും തൊടാത്ത, ഒരു ബന്ധമില്ലാത്ത വിധത്തിലുള്ള ഒരു മൊഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിനും ഓരോ കോളിനും ഓരോ മൊഴികളാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം വിളിച്ച് അത് യാതൊരു ഇതുമില്ല, അത് ഭക്ഷണം കഴിച്ചോന്നാൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല സാർ, മറ്റു കാര്യങ്ങളൊന്നുമില്ല സാർ, ഇങ്ങനെയുള്ള മൊഴികൾ മാത്രമേ പറയുന്നുള്ളൂ. വൈകുന്നേരം വരെ പല വിധത്തിലും എല്ലാവരും ചോദിച്ചു, യാതൊരു മാറ്റവും അങ്ങനെ പറഞ്ഞു. അങ്ങനെ DYSP സാറ് പോയി. നമുക്ക് ഇവനെ പിടിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ വിധത്തിലുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇവനെ പിടിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. വൈകുന്നേരം DYSP സാറ് പോയി. ഒരു 8 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഇവനിവിടെ ഉണ്ട്, സുഖമില്ലാത്ത ആളല്ലേ, എന്താ ചെയ്യേണ്ടത്? അഷ്റഫ് ഒരു പണി, അവൻ നാളെ വരട്ടെ, തൽക്കാലം അയാളുടെ അനിയൻ്റെ കച്ചീട്ടിൽ പറഞ്ഞു വിടൂ, നാളെ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ട് കച്ചീട്ടിൽ പറഞ്ഞു. അങ്ങനെ കച്ചീട്ട് എഴുതി ആ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അവൻ്റെ അനിയൻ്റെ കച്ചീട്ടിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ സാർ ഞാൻ എപ്പോൾ പറയുകയാണെങ്കിലും കൊണ്ടുവരാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്, സാറ് പറഞ്ഞാൽ മതി, കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ കച്ചീട്ട് എഴുതിയിട്ട് സതീശനെ അവൻ്റെ അനിയൻ്റെ വീട്ടിൽ, കച്ചീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന കേസിലേക്ക് വേണ്ടി ചോദ്യം ചെയ്യുന്നതിനായിട്ട് ഇന്ന ആളെ ചോദ്യം ചെയ്യേണ്ടത് വിളിച്ചു വരുത്തിയ ആളെ, ഇന്ന ആളെ ഇന്ന് സ്റ്റേഷനിൽ ഏറ്റുമാനിക്ക് കൊണ്ടുവന്നു, ഇയാളെ കേസിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്ന സമയത്തും സ്ഥലത്തും ഹാജരാക്കി കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു കച്ചീട്ടിൽ ഈ അനിയനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അനിയൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയാണ് ഈ മറ്റേ സതീശനെ. അന്വേഷണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു.
അത് സ്ത്രീകളുമായിട്ടുള്ള കുറേ ബന്ധങ്ങൾ ഇങ്ങനെ കണ്ടുപിട്ടി. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് എല്ലാവരും ഡീറ്റെയിൽസൊക്കെ എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ലാൻഡ് ഫോൺ നമ്പർ കണ്ടു. അത് എരുമപ്പെട്ടി ഭാഗത്തുള്ളൊരു നമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ചു എന്ന് ഈ മറ്റേ സതീഷിൻ്റെ അനിയൻ എന്നോട് പറഞ്ഞു, വീട്ടിലേക്ക് ഒരു സ്ത്രീ വിളിച്ചിരുന്നു, എരുമപ്പെട്ടി ഭാഗത്ത് നിന്ന് ആരോ കൊണ്ടായിരുന്നു. ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നോട് പറയുണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ നമ്പറിൻ്റെ അഡ്രസ്സ് എടുക്കുന്നത്. അപ്പോഴാണ് അത് എരുമപ്പെട്ടി ഭാഗത്തെ നമ്പറാണെന്ന് മനസ്സിലായി. ഞാനങ്ങനെ എരുമപ്പെട്ടി ചെന്നു.